അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കേരള എക്കണോമി ഒരു ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിരുന്നു. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ സിലബസിലുള്ള എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ ഗ്രോസ് സ്റ്റേറ്റ് GDP, അതുപോലെ തന്നെ മീൻസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം കേരളത്തിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രോത്ത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കമ്പാരിസൺ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ ഇന്ത്യയിൽ എവിടെയാണ് എന്നുള്ളതിൻ്റെ ചെറിയൊരു കമ്പാരിസൺ, അതുപോലെ തന്നെ കേരളത്തിലെ ജില്ലകളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഓരോ ജില്ലകളും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് എടുക്കുന്നത്. ഇതിലെനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് കുറച്ചധികം ഡാറ്റ ഉണ്ട്. ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് കാണാതെ തന്നെ പഠിക്കണം. അധികം കാര്യങ്ങളില്ല, വളരെ കുറച്ചാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള 2022, 23, 24, അതുപോലെ തന്നെ ചില പ്രൊജക്ഷൻസ് 24, 25 ഇത്ര മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ജില്ലകളിലെ പെർഫോമൻസ്, GDP GDP ഷെയറിൽ ഏത് ജില്ലകളാണ് മുമ്പിൽ, അതുപോലെ തന്നെ ഏത് ജില്ലകളാണ് പിന്നിൽ, അതുപോലെ ഗ്രോത്ത് റേറ്റിൽ ഏത് ജില്ലകളാണ് മുമ്പിൽ, അതുപോലെ പിന്നിൽ, ഇതൊക്കെ നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പ് ഒരുവിധം എല്ലാവർക്കും എക്കണോമിക്സ് പ്രോപ്പറായിട്ട് അറിയാമെന്ന് വിചാരിക്കണം. എന്നാൽ കൂടി കുറച്ച് വേർഡ്സ്, കുറച്ച് ടേംസ് നമുക്ക് പ്രോപ്പറായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു തവണ ഞാനൊന്ന് പറഞ്ഞു പോവാണ്. ഇപ്പോൾ GSDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ഡ്യൂറിങ് എ ഇയർ. ഇറ്റ് ഷോസ് ഓവറോൾ സൈസ് ഓഫ് ദ സ്റ്റേറ്റ് എക്കണോമി. ഓക്കെ, ഈ ഒരു സംസ്ഥാനത്തിൻ്റെ ടെറിട്ടറിയിൽ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിനെയും സർവീസിനെയാണ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇതിന്റെ GSDPയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സംസ്ഥാനത്ത് നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റി മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ആവുകയുള്ളൂ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പല സമയത്തായിട്ട് ഇപ്പോൾ 15% മുതൽ 25% വരെ ഈ റെമിറ്റൻസ് വരുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഈ GSDPയിൽ എന്തുണ്ടാവില്ല, നമ്മുടെ റെമിറ്റൻസ് ഉണ്ടാവില്ല. അത് നമ്മുടെ മൊത്തം GSDPയുടെ ഒരു 15 കുറയാതെയും 25 കൂടാതെയും ഉണ്ട്. അപ്പോൾ അത് വലിയൊരു പോർഷനാണ്. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മ വയ്ക്കണം. നമ്മുടെ GSVAയിലും ഒന്നും എന്തുണ്ടാവില്ല, ഈ ഫോറിൻ റെമിറ്റൻസ് ഉണ്ടാവില്ല. മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഘടകം അല്ലെങ്കിൽ കൂടി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം റെമിറ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് ഇതും കൂടി ഒന്ന് മനസ്സിൽ വെക്കണം നമ്മൾ GSDP എപ്പോഴെങ്കിലും പറയുമ്പോൾ. ഓക്കെ, അതുപോലെ തന്നെ റിയൽ GSDP എന്താണ്? റിയൽ GSDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSDP ആഫ്റ്റർ റിമൂവിങ് ദ എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ. This shows actual growth in the production, not in just the price increase. അതായത് ഇൻഫ്ലേഷൻ കാരണം നമ്മുടെ രൂപയുടെ മൂല്യം കുറയും. ഓക്കെ, അപ്പോൾ ഒരുപാട് എന്താ പറയുക, രൂപയ്ക്ക് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി നടത്തിയാലും അതിൻ്റെ ആക്ച്വൽ മൂല്യത്തിൽ നമുക്ക് അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇൻഫ്ലേഷൻ ഒഴിവാക്കിയിട്ടുള്ള റേറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു ബേസ് ഇയർ വേണം. അപ്പോൾ നമ്മൾ ഇതുവരെ കണക്കാക്കിയിരുന്നത് 2011, 2012 ബേസ് ഇയർ. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 2022, 23 ഇനി അടുത്ത വർഷങ്ങളിലെ നമ്മുടെ GDPയുടെ, അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലെ ഒക്കെ ബേസ് ഇയർ. ഇതുവരെ ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന് യാതൊരു മാറ്റമില്ല, 2011, 12 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് കോൺസ്റ്റന്റ് പ്രൈസിൽ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് GDP ആക്ച്വലി എന്താ പറയുക, വാല്യൂ കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് ഒരുപാട് പൈസ കാണിക്കും, പക്ഷെ അത് ആക്ച്വൽ ഇൻക്രീസ് ആയിരിക്കില്ല.
കറണ്ട് പ്രൈസ് GDP ഇത് നേരത്തെ പറഞ്ഞാണ് നമ്മുടെ ഒറിജിനൽ നമ്മുടെ കറണ്ട് ഇപ്പോൾ ഉള്ള നമ്മുടെ ഓക്കെ GSDP കാൽക്കുലേറ്റ് യൂസിങ് ദ പ്രൈസസ് ഓഫ് സെയിം ഇയറിലെ ഇൻക്ലൂഡിങ് ഇൻഫ്ലേഷൻ. ഇറ്റ് റിഫ്ലെക്ട്സ് ദ നോമിനൽ വാല്യൂ ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റി. ഇപ്പം നമ്മൾ പറയല്ലോ GSDP ഇൻ നോമിനൽ വാല്യൂ, അതെന്താണ്? അത് ഈ കറണ്ട് പ്രൈസിൽ എടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഏതാണോ നമ്മുടെ പ്രൈസ് അതല്ലത് നേരത്തെ പറഞ്ഞ പോലെ 2011-2012 എടുക്കുമ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് പ്രൈസിൽ എടുക്കുകയാണ്. അത് ഇൻഫ്ലേഷൻ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പറഞ്ഞത് GSV ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ്. അപ്പോൾ പുതിയൊരു സംഭവമാണ് ഈ GSVA അല്ലെങ്കിൽ GVA ഗ്രോസ് വാല്യൂ ആഡഡ്. നമ്മൾ GDP ആണ് ഒരു മാനകമായിട്ട് എടുക്കുന്നെങ്കിൽ അതേപോലത്തെ ഒന്നാണ് GSVA. ദ ആക്ച്വൽ വാല്യൂ ആഡഡ് ബൈ ഡിഫറെൻറ്റ് ലൈക്ക് ഫാമിംഗ്, മാനുഫാക്ചറിങ്, സർവീസസ് ടു ദ എക്കണോമി. അപ്പോൾ വാല്യൂ എത്രത്തോളം ആഡ് ചെയ്തു അതിനെയാണ് നമ്മൾ GSV എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് NSDP. നമുക്കറിയാലേ GDPനെ NDP ആക്കാൻ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ കുറയ്ക്കണം. സെയിം കാര്യമാണ് ഇവിടെയും ചെയ്യുന്നത്. GSDPന്ന് ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് NSDP കിട്ടും. ഇതെന്തിനാ ചെയ്യുന്നത്? ഈ വെയർ ആൻഡ് ടയർ ഓഫ് മെഷീൻസിന്റെ ബിൽഡിങ്ങിന്റെ ഒക്കെ കുറച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെർ ക്യാപിറ്റ GSDP NSDP. ദ ആവറേജ് ഇൻകം പെർ പേഴ്സൺ ഇൻ ദ സ്റ്റേറ്റ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് GSDP ഓർ NSDP ബൈ ദ പോപ്പുലേഷൻ. അത്ര പോപ്പുലേഷൻ എത്രയുണ്ടോ അതിനെ നമ്മൾ ഈ GSDPനെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർ ക്യാപിറ്റ GSDP കിട്ടും. അത് NSDPനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ NSDP കിട്ടും. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ് സെക്ടറിന്? ഇതൊക്കെ ബേസിക്സ് ആണ് എക്കണോമിക്സിൽ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിങ്, ഫിഷിങ്, മൈനിങ്, അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ പരിപാടിയും, ഫാമിംഗ് ആയാലും അഗ്രികൾച്ചർ ആയാലും ഫിഷിംഗ് ആയാലും മൈനിങ് ആയാലും അത് പ്രൈമറി സെക്ടറിലാണ് പെടുന്നത്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് ഇൻഡസ്ട്രീസ് ആൻഡ് കൺസ്ട്രക്ഷൻ വെയർ റോ മെറ്റീരിയൽസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ ടെറിഷറി ഓർ സർവീസ് സെക്ടർ. ടെറിഷറി സെക്ടറിനെയാണ് നമ്മൾ സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. സർവീസസ് ലൈക്ക് ട്രാൻസ്പോർട്ട്, ട്രേഡ്, ഹോട്ടൽ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ബാങ്കിങ്. കോൺസ്റ്റന്റ് പ്രൈസിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, റിയൽ GSDP പറഞ്ഞപ്പോൾ എ വേ ഓഫ് കാൽക്കുലേറ്റിംഗ് വാല്യൂസ് ഓഫ് കീപ്പിംഗ് പ്രൈസസ് ഫിക്സ്ഡ് അറ്റ് ദ 2011-2012 ലെവൽ ടു അവോയ്ഡ് ഇൻഫ്ലേഷൻ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് പ്രൈസ് ഇതുവരെ നമ്മൾ പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് പ്രൈസസ് ബേസ് ഇയർ മാറ്റാൻ പോവുകയാണ്. അടുത്ത വർഷം മുതൽ 2022-23 ആയിരിക്കും ബേസ് ഇയർ. ഇപ്പോൾ 2011-12 നമുക്ക് അത് ഒരു കറണ്ട് അഫയർ ആയിട്ട് ചോദിച്ചെങ്കിലേ ഉള്ളൂ. അല്ലാതെ നമുക്ക് 2022-23 ബേസ് ഇയർ ആയിട്ട് നമുക്കൊരു GDP വാല്യൂ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വാല്യൂ ഒന്നും പഠിക്കാനില്ല. ഓക്കെ, ഡിപ്രിസിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ വാല്യൂ ആഡഡ്, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് സെക്ടർ ടു ദ എക്കണോമി, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. എംപ്ലോയ്മെന്റ് ഷെയർ, ഇതും കൂടി ഒരു മാനകമാണ് നമുക്ക്. ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ പർട്ടിക്കുലർ സെക്ടർ ലൈക്ക് അഗ്രികൾച്ചർ, അതുപോലെ മാനുഫാക്ചറിങ് ഓർ സർവീസസ്. അതായത് മൊത്തം നമുക്കൊരു 100 പേരെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്ര ആൾക്കാരാണ് അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്നത്, എത്ര ആൾക്കാരാണ് മാനുഫാക്ചറിൽ വർക്ക് ചെയ്യുന്നത്, എത്ര ആൾക്കാരാണ് സർവീസിൽ വർക്ക് ചെയ്യുന്നത്. നമുക്കിത് കമ്പയർ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് GDP വെച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര GDP ഒരു സെക്ടറിൽ നിന്നുണ്ടാവുന്നു, അതിൽ ആ സെക്ടറിൽ എത്ര പെർസെൻറ്റേജ് വ്യക്തികൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു ഇൻകം കമ്പാരിസൺ കൂടിയിട്ടാണ്. ഇത്രയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എക്കണോമിക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലോബൽ എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ GDP സിനാരിയോ നോക്കിയിട്ടാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് പഠിക്കേണ്ടി വരില്ല, എന്നാലും ജസ്റ്റ് നമുക്ക് പറയാണ്. ഗ്ലോബൽ എക്കണോമി 2023 3.2% വളർന്നത്. 2022 അത് 3.5 ആയിരുന്നു.
അത് IMFന്റെ റിപ്പോർട്ടിലുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൽ എമർജിങ് എക്കണോമിക്സ്, നമ്മുടെ പോലത്തെ എമർജിങ് എക്കണോമീസ് എന്താ പറയുക 4.4% ഗ്രോത്ത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2022 4.1 അഡ്വാൻസ് എക്കണോമീസ് അവർ ആദ്യം 2022 2.6% ഉണ്ടായിരുന്നെങ്കിൽ 1.7 അത് 2023. ഓക്കെ. അതുപോലെ തന്നെ പ്രൊജക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2024-25 എമർജിങ് എക്കോണമിക്സ് എമർജിങ് എക്കോണമീസ് 4.2%, അതുപോലെ തന്നെ അഡ്വാൻസ് എക്കണോമീസ് 1.8% വളരും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടല്ലോ, കോവിഡിൻ്റെ പ്രോബ്ലംസൊക്കെ, അതുപോലെ ഈ എല്ലാ എക്കണോമീസും കോവിഡിന് മുമ്പുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് ഈ 2023 കൂടിയിട്ട്. ഓക്കെ. നമുക്കറിയാമല്ലോ 2020-21 കോവിഡ് കാരണം വലിയ ഡെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എക്കണോമീസിൽ. അതൊന്നൊക്കെ റിക്കവർ ചെയ്തു മേജറായിട്ടുള്ള ഒരുവിധം എല്ലാ എക്കണോമീസും. ഓക്കെ. ഇതാണ് ഒരു വേൾഡ് സിനാരിയോ. നമുക്ക് വേണ്ടത്ര സിലബസിൽ അതൊന്നും ഇല്ല. ഇവിടെ നിന്നിട്ട് നമുക്ക് തുടങ്ങേണ്ടി വരും. റിയൽ GDP ഇന്ത്യയുടെ എക്കണോമിക് ഔട്ട്ലുക്ക് 2023-24 ഇന്ത്യയുടെ റിയൽ GDP 8.2. റിയൽ GDP എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലേഷൻ ഇല്ലാത്ത, അതായത് കറണ്ട് പ്രൈസിലല്ലാത്ത GDP-നെയാണ് നമ്മൾ പറയുന്നത്. ബേസ് ഇയർ 2011-12 ബേസ് ഇയർ ആയിട്ട് കണക്കാക്കിയിട്ടുള്ള ആ ഒരു ഇയറിലെ കാൽക്കുലേഷനിലാണ് പറയുന്നത്. 8.2 ആണ് 2023-24 നമ്മുടെ എന്താ പറയുക GDP ഗ്രോത്ത്. ഇത് 2022-23 7%. ഓക്കെ. ഇനി റിയൽ GVA നോക്കാം. അത് 7.2 കൂടിയിട്ടുണ്ട്. 2022-23 6.7%. അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകത്തിലും ഒരു 7.2% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. GDP-യിൽ 8.2% ആണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ 7.2%. ഓക്കെ. ഇനി 24-25 ഒരു ഇത്തിരി കൂടി സ്ലോ ഡൗൺ ആണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ 8.2 ആയിരുന്നു 2023-24. 24-25 അത് 6.4 ആവുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ റിയൽ GVA-യും 6.4 ആണ്. അതുപോലെ തന്നെ എക്കണോമിക് സർവേ പറയുന്നത് 2025-26 നമ്മൾ 6.3 മുതൽ 6.8 വരെ നമ്മുടെ GDP വളരും എന്നാണ് പറയുന്നത്. ഈ കറണ്ട് ഇയറിൽ, അതായത് 2025 മുതൽ 2026 വരെയുള്ള സമയത്ത്. ഓക്കെ. ഇതിൽ മൊത്തത്തിൽ ഒരു കാര്യം ആദ്യം പഠിക്കേണ്ട ഇതാണ്. ഈ 2023-24 ഗ്രോത്ത് റേറ്റാണ് ഇത്. അതുപോലെ തന്നെ 2022-23 ഇത് രണ്ടും പഠിക്കണം, പ്രധാനപ്പെട്ടതാണ്. ബാക്കിയുള്ളത് പിന്നെ നമുക്ക് എക്സ്പെക്റ്റഡ് ഒന്നും സാധാരണ ചോദിച്ചു കണ്ടിട്ടില്ല. വേണമെങ്കിൽ ഈ വർഷത്തെ, അതായത് കറണ്ട് ഇയറിലെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് 6.3 മുതൽ 6.8 വരെയാണ്. ഇത് എക്കണോമിക് സർവേ പറയുന്നതാണ്. ഓക്കെ. ഇത്രയും 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കേണ്ടതുള്ളൂ. അതിനുശേഷം നമുക്ക് കേരള എക്കണോമി നോക്കാം. കേരള എക്കണോമി ഒരു എന്താ പറയുക, കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് 10 സ്റ്റേറ്റ്സിലൊന്നാണ്. ഓക്കെ. ഇതിൽ നമ്മുടെ റിയൽ GDP, ഇത് റിയൽ GDP ആണ്. എത്രയാണ്? 6.35 ട്രില്യൺ ആണ്. ഇത് ഞാൻ എഴുതാൻ കാരണം എന്താണെന്ന് അറിയോ? 6.35 ട്രില്യൺ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇങ്ങനെ ലാക്സിലാണ് എക്കണോമിക് റിവ്യൂലൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് മൊത്തമായിട്ട് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പോൾ ഇനി ചില ആൾക്കാർക്ക് ഇത് കറക്റ്റായിട്ട് അറിയില്ല. ഒരു കാര്യം പറയുകയാണെങ്കിൽ 1000 മില്യൺ ആണ് നമുക്ക് 1 ബില്യൺ. ഓക്കെ. 1000 മില്യൺ എന്ന് പറഞ്ഞാൽ 1000 ദശലക്ഷം. ഓക്കെ. 1 മില്യൺ. ഈ ഒരു കണക്ക് നമ്മൾ ഇതെല്ലാതും പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരുപാട് വലിയ എമൗണ്ടുകൾ പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിന് പഠിക്കാനുള്ള കാര്യമാണത്. 1000 മില്യൺ ഒരു ബില്യൺ ആണ്. 1 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? 100 കോടിയാണ് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1000 ബില്യൺ ആണ് 1 ട്രില്യൺ.
100 കോടിയാണ് ഒരു ട്രില്യൺ. ഓക്കെ, ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 കോടിനെയാണ് നമ്മൾ ട്രില്യൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബഡ്ജറ്റ് അതുപോലെ GDP ഇതൊക്കെ നമുക്ക് അത്രയും ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ഒരു ലളിതമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ട്രില്യണിൽ അത് എഴുതി കഴിഞ്ഞാൽ അത് ആ ഒരു ട്രില്യൺ എത്രയാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, നമുക്ക് 6.35 ട്രില്യൺ ആണ് നമ്മുടെ GDP. ഗ്രോയിങ് റേറ്റ് 6.5. 23-24 നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എത്രയാണ്? 6.5 ആണ് കേട്ടോ. 22-23 4.2. ഈ രണ്ട് ഗ്രോത്ത് റേറ്റും എക്സാക്ട്ലി പഠിച്ചു വെക്കണം. 2023-24 6.5ഉം 2022-23 4.2. ഓക്കെ, നമ്മൾ അത് കുറച്ച് കൂടാണ് ചെയ്തത്. 2022 നമ്മുടെ എക്കണോമി 4.2% മാത്രമാണ് വളർച്ച ഉണ്ടായിരുന്നത്. 2023-24 6.5. ഓക്കെ, അതുപോലെ തന്നെ റിയൽ GSV 7.2% കൂടി. ഓക്കെ, അതിന് മുമ്പ് 5.3 ആയിരുന്നു. പിന്നെ കറണ്ട് പ്രൈസിലും കൊടുത്തിട്ടുണ്ട് 11.46 ട്രില്യൺ, 11% വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം ഇത് 11% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം 2023-24 തന്നെയാണ്. പക്ഷെ അതെന്താണ്, ഇൻഫ്ലേഷനും കൂടി കൂട്ടിയിട്ടുള്ളതാണ്. ആദ്യത്തെ മുകളിലുള്ള റിയൽ GDP ആണ് നമ്മൾ പൊതുവെ എല്ലായിടത്തും പറയുന്നത് 6.5. ഓക്കെ, 6.5 2023-24 റിയൽ GDP. ഓക്കെ, 2022-23 റിയൽ GDP 4.2. ഓക്കെ, ഇത്രയാണ് GDPയിലെ ഗ്രോത്ത് റേറ്റ്. പിന്നെ ഇത് ഒരു സ്റ്റേറ്റ് ഷെയർ GDPയിൽ നമുക്ക് പല വർഷങ്ങളിലെ സ്റ്റേറ്റ് ഷെയർ ആണ് കാണിക്കുന്നത്. നമുക്ക് 2001 നമ്മൾ ടോട്ടൽ നാഷണൽ GDPയിലെ 4.1 വരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കാര്യമായിട്ട് ഇൻക്രീസ് ആവുന്നില്ല. ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 3.8 ആണ് നമുക്ക് നമ്മുടെ GDP വരുന്നത്. മൊത്തം ഇന്ത്യയുടെ GDP 100 രൂപയാണെങ്കിൽ കേരളത്തിന്റെ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപ 80 പൈസയാണ്. ഓക്കെ, ഇത് മൊത്തം സദേൺ സ്റ്റേറ്റുകളെ എടുക്കുകയാണെങ്കിൽ നമ്മുടേത് ഒരു ലോ പെർഫോമൻസ് ആണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശാണ്. അതിന് തൊട്ട് താഴെയുള്ള ആന്ധ്രാപ്രദേശാണ് ഇപ്പോഴുള്ള ആന്ധ്രാപ്രദേശ്. ഓക്കെ, 4.7 ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവര് എന്താ പറയാ പഴയ ഇതിൽ നിന്നും കൂടുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, ഇത് കുറവാണ് കാണിക്കുന്നത് കഴിഞ്ഞ വർഷത്തിന് 2020-21 പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് തെലങ്കാന നോക്കണെങ്കിൽ നോക്കും 3.8 ആയിരുന്നു 2010. 2020-21 അത് 4.7 ആയി. ഒരു 1% കൂടി. ഓക്കെ, അതിനുശേഷം ഇതുപോലെ 1.1% കൂടി 2021-24. പിന്നെ നമുക്ക് കർണാടക എടുത്തു നോക്കാം. കർണാടക ഇതേപോലെ കൂടുന്ന ഒരു സംസ്ഥാനമാണ്. കർണാടക നോക്കൂ 5.9 ആയിരുന്നു 2010. ഇപ്പോൾ GDP നോക്കൂ 8.1ഉം 8.2ഉം ആണ്. ഓക്കെ, വളരെ 3% ഒക്കെ ഈ ഒരു 10-20 കൊല്ലം കൊണ്ട് അവരുടെ GDP ഷെയറിൽ കൂട്ടി. പിന്നെ നമുക്കുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട് അതെ ഏകദേശം 8.3, 8.4 പിന്നെ 8.9 8.9. ഓക്കെ, അത്തരത്തില് GDP ഷെയർ ഇവര് നമ്മുടെ സദേൺ സ്റ്റേറ്റുകൾ കൂടുണ്ടെങ്കിലും കേരളത്തിന്റെ അത്രയും ഒരു ടോപ്പ് പെർഫോമൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കമ്പാരിസന് വേണ്ടിയിട്ട് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ GDPയിലെ ഷെയറിൽ നമ്മുടെ റാങ്ക്. 11ാമത്തെ സ്ഥാനത്താണ് വരുന്നത്. ആദ്യത്തെ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് മഹാരാഷ്ട്രയ്ക്കാണ്, പിന്നെ തമിഴ്നാട്, പിന്നെ ഉത്തർപ്രദേശ്, പിന്നെ കർണാടക. ഓക്കെ, അതിനുശേഷം ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, അതിനുശേഷം പിന്നെ കേരളം. ഓക്കെ, ഇനി നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം നോക്കാം. പെർ ക്യാപിറ്റ ഇൻകം ഇതിൽ നമ്മുടെ എക്കണോമിക് റിവ്യൂവിൽ കാണിച്ചിരിക്കുന്നത് 1,76,000 രൂപ അടുത്താണ്. ഇത് 1.4 ടൈംസ് കൂടുതലാണ് ഇതിനേക്കാളും, നാഷണൽ ആവറേജിനേക്കാളും. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെച്ചോളാം. 1.4%. നാഷണൽ ആവറേജ് എത്രയാണ്? 1,24,600 രൂപയാണ് പെർ ക്യാപിറ്റ ഇൻകം.
ഇത് 2023-24 പുതിയ കണക്കുകളൊന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇത് ഇനി നമ്മൾ എക്സാം കഴിയണവരെ വരാനും സാധ്യതയില്ല. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം നെറ്റ് സ്റ്റേറ്റ് പ്രൊഡക്റ്റ്, അതായത് 1,61,957 കോൺസ്റ്റന്റ് പ്രൈസിലും അതുപോലെ തന്നെ 2,81,000 കറണ്ട് പ്രൈസിലും. ഇതൊന്നും ഒരു അഡീഷണൽ ആയിട്ട് പഠിക്കാം, പക്ഷെ മെയിനായിട്ട് ചോദിക്കുന്നത് ഇതാണ്, റിയൽ GSDP പെർ പേഴ്സൺ. ഓക്കെ, ഇതാണ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, 1.4 ടൈംസ് കൂടുതലാണ് നാഷണൽ ആവറേജ് എന്ന്. നീ അതും ഇതുപോലെ ഒരു കമ്പാരിസൺ നടത്താം. ഇത് എക്കണോമിക്, ഈ കാണിക്കുന്ന ഷീറ്റുകൾ എക്കണോമിക് റിവ്യൂ എന്നല്ല കേട്ടോ, വേറൊരു വർക്കിംഗ് പേപ്പർ എന്നാണ്. ഈ ഡേറ്റ ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, ഇത് വേറെ എക്കണോമിക് റിവ്യൂ നിന്ന് കിട്ടിയതല്ല, കാരണം നമ്മൾ എല്ലാ സ്റ്റേറ്റിൻ്റെയും ഒരു കമ്പാരിസൺ ആണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ 1.52 കൂടുതലാണ്, മറ്റേത് 1.4 അല്ലേ എഴുതിയിരുന്നത് എക്കണോമിക് റിവ്യൂവിൽ. അതായത് എത്ര കൂടുതലാണെന്ന് വെച്ചാൽ 1.4 ആണ്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം 1.52 കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അത് എന്നാലും നമുക്കൊരു കമ്പാരിസൺ, ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. ഇതിൽ നോക്കി നോക്കൂ, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം നാഷണൽ ആവറേജിനും കുറവായിരുന്നു 1990-91 വരെ. അപ്പോൾ 74ആണ് 1990-94. ഓക്കെ, അതായത് ഒരു ഇന്ത്യൻ പൗരന് ശരാശരി 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കേരളത്തിൽ ഒരു മലയാളിക്ക് 74 രൂപ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അത് ഈ എക്കണോമിക് ലിബറലൈസേഷന് ശേഷം നമ്മളത് സ്റ്റഡി ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2001 121, 2010 2011 129, 2020-2021 150, അതിന് മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻകം നാഷണൽ ആവറേജിനേക്കാളും 1.4, ഞാൻ മറ്റേ എക്കണോമിക് റിവ്യൂവിന്റെ കണക്കാണ് പറയുന്നത്, ഇതിൽ 152 ഉണ്ടെങ്കിൽ കൂടി 1.4 എങ്കിലും കൂടുതലാണ്. ഈവൻ ഇതും ഓക്കെ, സ്റ്റേറ്റുകളിലെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു 7ാം സ്ഥാനത്തൊക്കെ വരും. പക്ഷെ ഇതിലും കൂടുതലാണ് നമ്മുടെ എന്താ പറയാ റവന്യൂ. കാരണം എന്താ, റെമിറ്റൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ റെമിറ്റൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ റാങ്ക് ഇതിൽ നിന്നൊക്കെ മാറും. അപ്പോൾ റാങ്ക് ചോദിക്കാൻ സാധ്യതയില്ല, കാരണം അതിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്യാനും അതിന് പല ഡേറ്റകളുള്ളത് കാരണം അത്തരത്തിൽ എത്രാമത്തെ റാങ്ക് ആണെന്നൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, ഏകദേശം ഇത്രത്തോളം മടങ്ങാണ്. നിങ്ങൾ എക്കണോമിക്സിന്റെ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഏകദേശം ഇത്രത്തോളം എന്നൊക്കെ വന്നിട്ടാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. റെമിറ്റൻസ് നമ്മുടെ കേരളത്തിന് കൂടും, കാരണം ഇത് GSDP ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം നാഷണൽ ഇൻകത്തിനെ GSDP കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വരാൻ കാരണമുണ്ട്, റെമിറ്റൻസ് കൂടുതലാണ്. ഓക്കെ, ഇതാണ് പെർ ക്യാപിറ്റ ഇൻകത്തിൽ പഠിക്കാനുള്ളത്. ഈ പെർ ക്യാപിറ്റ ഇൻകം പഠിക്കാനുണ്ടാവുക 1,76,072 രൂപ. ഇത് എക്കണോമിക് റിവ്യൂവിലുള്ളതാണ്. അതിനുശേഷം പിന്നെ സെക്ടർ വൈസ് നമ്മുടെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണെന്നാണ്. കേരളത്തിന്റെ സർവീസ് സെക്ടറാണ് GSVയിൽ 64.2% എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ ട്രേഡ്, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സർവീസ് സെക്ടറിലെ 20% എന്താണ്, ട്രേഡ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് ആണ്. ടോട്ടൽ സർവീസ് സെക്ടറിന്റെ വാല്യൂ അഡീഷൻ എത്രയാണ്, 64.2% ഓക്കെ. സെക്കൻഡറി സെക്ടർ 27%, പ്രൈമറി സെക്ടർ 9%. ഓക്കെ, ഇനി അതിന്റെ ഗ്രോത്ത് ഒന്ന് നോക്കി നോക്കാം. പ്രൈമറി സെക്ടർ കഴിഞ്ഞ 2023-24 വളരെ എന്താ പറയുക പ്രോമിനൻ്റ് ആയിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട്, 4.7. ഓക്കെ, ഇൻഫാക്ട് ഇൻഡസ്ട്രിയൽ, അതായത് സെക്കൻഡറി സെക്ടറിനേക്കാളും കൂടുതൽ ഗ്രോത്ത് വന്നിട്ടുള്ള എന്താണ്, പ്രൈമറി സെക്ടറാണ്, 4.7%. ഇൻഡസ്ട്രി എത്ര വന്നിട്ടുള്ളൂ, സെക്കൻഡറി സെക്ടർ എത്ര വന്നിട്ടുള്ളൂ, 4.1%. ഓക്കെ, അതുപോലെ തന്നെ സർവീസ് സെക്ടർ എല്ലായ്പ്പോഴും തന്നെ വളരെ ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ്, 8.9. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഗ്രോത്ത് റേറ്റ് ഉള്ളത് സർവീസ് സെക്ടറിനാണ്, 8.9. അതിനുശേഷം രണ്ടാമതുള്ളതോ പ്രൈമറി സെക്ടറാണ്, 4.7. മൂന്നാമതാണ് സെക്കൻഡറി സെക്ടർ. ഓക്കെ,
ഇത് ഓരോ സെക്ടർ വൈസ് കോമ്പസിഷനാണ് നമ്മുടെ GDP-യുടെ ഇയർലി എങ്ങനെയാണെന്നുള്ളത്. നമുക്കറിയാം ഈ 1990-91 സമയത്ത് പ്രൈമറി സെക്ടർ താഴത്തേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ സർവീസ് സെക്ടർ എന്താ പറയുക കൂടുതലായിട്ട് ഒരു എന്താ പറയുക റൈസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നെ ഇപ്പോൾ 2023, 24 എന്നീ 2020-കളിൽ ഏകദേശം 63-64% എന്താ പറയുക കോൺട്രിബ്യൂഷൻ പ്രൈമറി സെക്ടറിൽ നിന്നാണ്. ഇൻഡസ്ട്രി സെക്ടറിന് 27, സെക്കൻഡറി സെക്ടറിന് 27%. അതിൽ ഒരു സ്ലൈറ്റായിട്ട് ഒരു കൂടുതൽ ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്, പക്ഷെ ഏകദേശം സ്റ്റഡി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈമറി സെക്ടറിൽ അത് ഗ്രോത്ത് വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എംപ്ലോയ്മെന്റ് വേഴ്സസ് എക്കണോമിക് കോൺട്രിബ്യൂഷൻ. അതായത് എത്രത്തോളം എക്കണോമിക് കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതിൽ എത്രത്തോളം നമ്മുടെ എംപ്ലോയ്മെന്റ് ഷെയർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇതിന് ഞാൻ വേറെ പ്രോപ്പർ ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒന്ന് നോക്കിയാൽ മതി. അതായത് ഇന്ത്യയിൽ 16% മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എക്കണോമിയിലേക്ക് പ്രൈമറി സെക്ടർ. എന്നാൽ ടോട്ടലുള്ള വർക്ക് ഫോഴ്സിൻ്റെ 46% വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രൈമറി സെക്ടറിലാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പകുതി ആൾക്കാർ, ഓൾമോസ്റ്റ് പകുതി ആൾക്കാരും കൃഷിക്കാരാണെങ്കിലും ഈ കൃഷിയിൽ നിന്ന് വരുന്ന വരുമാനം നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ വെറും 16% ഉള്ളൂ. അത് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ പ്രൈമറി സെക്ടറിൽ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു എന്താ പറയുക പുവർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ലോ ഇൻകം ഗ്രൂപ്പാണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ. ഇത് ഏകദേശം കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിയാണ്. കാരണം അത് 27% ആൾക്കാർ വർക്ക് ചെയ്യുന്നത് എന്താ പറയുക പ്രൈമറി സെക്ടറിലാണ്. ആകെ കൂടി വരുമാനം എത്രയുള്ളൂ? 9%. അപ്പം ഏകദേശം 1/3 ഒരു ഇതുണ്ടല്ലോ. അതായത് 9% ആണ് കോൺട്രിബ്യൂഷൻ. എന്നാൽ അവിടെ 27% വർക്ക് ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ കർഷകർ എന്താണ് ഈ പറഞ്ഞ ഒരു ലോ ഇൻകം ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൽ ഒരു വ്യത്യാസമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും 46% പേരും അതിൽ ജോലി ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ പകുതി ഉള്ള ആൾക്കാർ ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു 1/4 ആയിട്ട്, അതായത് 25% ഉള്ള ആൾക്കാരെ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ ഈ പ്രൈമറി സെക്ടറിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റി. ഓക്കെ, പിന്നെ സെക്കൻഡറി സെക്ടർ ഏകദേശം 27-28%. പ്രൈമറി സെക്ടർ നമ്മുടെ ഷെയർ കൂടുതലാണ്. അതിൻ്റെ ഡേറ്റ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, എക്കണോമിക് റിവ്യൂന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇത് ഒന്ന് നോക്കി പോകേണ്ടതുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ സെക്കൻഡറി എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ പ്രൈമറി എങ്ങനെയാണെന്നുള്ളതും ഒക്കെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഈ 2 ഇതുണ്ടല്ലോ, പ്രൈമറി, സെക്കൻഡറി, അപ്പോൾ ട്രേഷറി. ഈ ഒരു വാല്യൂ എങ്കിലും ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് വരണം. ഏതെങ്കിലും തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതൊന്ന് വന്നു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഈ ഡാറ്റ പഠിക്കണം. ഓക്കെ, നമുക്ക് ഡിസ്ട്രിക്റ്റ് ലെവലിൽ കമ്പാരിസൺ നോക്കാം. ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് വൈസ് ഇൻകം GDPയുടെ ഷെയർ എത്രയെന്ന് നോക്കാം. അതിൽ എറണാകുളമാണ് ഏറ്റവും കൂടുതൽ, 1.35 ട്രില്യൺ എറണാകുളത്ത് നിന്നാണ്. ഇത് ഏകദേശം 10.59% വളർച്ച ഇതിലുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ ഇൻകം ഷെയർ ഉള്ളത് എവിടുന്നാണ്? തൃശ്ശൂരാണ്. മൂന്നാമത് തിരുവനന്തപുരം. ഓക്കെ, ആദ്യം എറണാകുളം, പിന്നെ രണ്ടാമത് തൃശ്ശൂർ, മൂന്നാമത് തിരുവനന്തപുരം. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോത്ത് ഉള്ളത് മലപ്പുറത്തിനാണ്. ഓക്കെ, അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം നോക്കുകയാണെങ്കിൽ എറണാകുളത്തിന് ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്. അപ്പോൾ നമുക്കറിയാലോ GDP ഷെയറിലും പെർ ക്യാപിറ്റ ഇൻകത്തിലും ഒന്നാമത് എറണാകുളമാണ്. ഓക്കെ, ലോവസ്റ്റ് നോക്കുകയാണെങ്കിൽ വയനാടും മലപ്പുറമാണ് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, ഇടുക്കി ഹയസ്റ്റ് റാങ്കിങ് ഉണ്ട്, എറണാകുളം ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റും. ഇത് പെർ ക്യാപിറ്റ ഇൻകത്തിലാണ് കേട്ടോ. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു ഡാറ്റ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന്
ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് എല്ലാതും ഇങ്ങനെ ഇതിൽ പറഞ്ഞു തരാനൊന്നുമില്ല. ഗ്രോത്ത് റേറ്റും അതുപോലെ റാങ്കും ഒക്കെ നോക്കിയാൽ മതി. ഇത് ഡിസ്ട്രിക്ട് വൈസ് എന്താ പറയുക, വാല്യൂ ആഡഡ് ഷെയർ ആണ്. ഓക്കെ, GDVA ഇത് നോക്കണം. അതേപോലെ തന്നെ ഇത് പെർ ക്യാപിറ്റ. ഓക്കെ, അതിൻ്റെ റാങ്കും കൊടുത്തിട്ടുണ്ട്. ഇതിനെ എല്ലാത്തിനും കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് നമ്മുടെ കേരള എക്കണോമി എന്നുള്ള ഒരു പോർഷനല്ല, വെറും എക്കണോമിക്സ്. നമ്മുടെ ഡിഗ്രി ലെവലിൽ ഇതിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഹയസ്റ്റ് GDA ഷെയർ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, എറണാകുളം. സെക്കൻഡ് ആരാണ്? തൃശ്ശൂർ. തേർഡ് ആരാണ്? തിരുവനന്തപുരം. ഓക്കെ, ഇനി ലോവസ്റ്റ് ലാസ്റ്റ് എന്ന് വരികയാണെങ്കിൽ വയനാടാണ് ഏറ്റവും കുറവ്. പത്തനംതിട്ട അതിന്നും കുറവ്, 13ാമത്തെ റാങ്ക്. ഇടുക്കി 12ാമത്തെ റാങ്ക്. ഓക്കെ, വയനാട്, പത്തനംതിട്ട, ഇടുക്കി. ഏറ്റവും കുറവ് വയനാട്, അതിനുശേഷം പത്തനംതിട്ട, അതിനുശേഷം ഇടുക്കി. ഓക്കെ, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഏതാണ്? മലപ്പുറമാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്. പിന്നെ ഇടുക്കി രണ്ടാമത്, മൂന്നാമത് കൊല്ലം. ഇത് GDVയുടെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ് കേട്ടോ. ഇനി സ്ലോവസ്റ്റ് ഗ്രോയിങ് പത്തനംതിട്ടയാണ് 6.2. പിന്നെ എറണാകുളം 6.27. പിന്നെ കണ്ണൂർ 6.62. ഓക്കെ, അതുപോലെ തന്നെ ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം എറണാകുളത്ത്. അതുപോലെ തന്നെ രണ്ടാമത് ആലപ്പുഴ, മൂന്നാമത് കൊല്ലം. ഇവിടെ നമുക്ക് ഹയസ്റ്റ് GDVA ഷെയർ തൃശ്ശൂരും തിരുവനന്തപുരം ആണെങ്കിൽ പെർ ക്യാപിറ്റ കൂടുതലുള്ളത് ആലപ്പുഴയിലും കൊല്ലത്തിലാണ്. ഓക്കെ, അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. തൃശ്ശൂരും തിരുവനന്തപുരമാണ് സെക്കൻഡും തേർഡും ഹയസ്റ്റ് GDVയിൽ. എന്നാൽ ഹയസ്റ്റ് പെർ ക്യാപിറ്റൽ സെക്കൻഡ് തേർഡ് ആരാണ്? ആലപ്പുഴ, കൊല്ലമാണ്. ഓക്കെ, അതുപോലെ ലോവസ്റ്റ് നോക്കുകയാണെങ്കിൽ മലപ്പുറം ലോവസ്റ്റ് പെർ ക്യാപിറ്റ ആണ്. വയനാട്, പത്തനംതിട്ട, അതിന് തൊട്ട് താഴെ നിൽക്കുന്ന 2 ജില്ലകൾ. ഓക്കെ, അതുപോലെ തന്നെ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് ഇടുക്കി, പിന്നെ മലപ്പുറം, കൊല്ലം. ഓക്കെ, ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് നമ്മൾ GDVയുടെ നോക്കുകയാണെങ്കിൽ മലപ്പുറം, ആദ്യം മലപ്പുറം വരും, പിന്നെ ഇടുക്കി വരും, അതിനുശേഷം കൊല്ലം വരും. ഇവിടെ കൊല്ലം മൂന്നാമത്തെ തന്നെയാണ് ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകത്തിൽ. എന്നാൽ ഇടുക്കി, മലപ്പുറം സ്വാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലെ ഒന്നും, കാരണം ഇതെല്ലാം നമ്മൾ ഇടുക്കി, മലപ്പുറം, തൃശ്ശൂർ തന്നെ എല്ലാത്തിലും വരുന്നത്. അത് ഓരോന്നിനും വേർതിരിച്ച് നമുക്ക് ചോദ്യം ചോദിക്കുമ്പോൾ അറിയാൻ പറ്റണം. ഓക്കെ, അതിന് ആ രീതിയിൽ നിങ്ങളിത് പഠിക്കണം. ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം എറണാകുളത്ത്, ഗ്രോത്ത് ആണ് കേട്ടോ. ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഗ്രോത്ത് എറണാകുളം, പിന്നെ അതിനുശേഷം കണ്ണൂർ, പിന്നെ തൃശ്ശൂർ. ഓക്കെ, ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ. ഓക്കെ, ഇതിൽ ഞാൻ റെമിറ്റൻസ് ആഡ് ചെയ്തിട്ടില്ല. റെമിറ്റൻസിൻ്റെ പ്രോപ്പർ ഡാറ്റ ഏതാണെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് റെമിറ്റൻസും കൂടി എത്ര പെർസെൻറ്റേജ് വന്നു എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതാണെന്ന് ആഡ് ചെയ്യാനുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ പറഞ്ഞോളൂ. കാരണം ഇത് ഞാൻ എന്താ പറയുക, ഇത് പുതിയൊരു എല്ലാതും തപ്പിയെടുത്ത് ചെയ്യുന്നത് കൊണ്ടേ, ഡാറ്റയൊക്കെ തപ്പിയെടുത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിലബസ് അല്ലല്ലോ, പുതിയതായതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. Okay, thank you.